ഹലോ ഹായ്, വെൽക്കം ടു ആർ കെ പ്രോപ്പർട്ടീസ് ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തായിട്ട് ഒരു 5.25 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഡബിൾ സ്റ്റോറായിട്ടുള്ള വീടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷം വീഡിയോയെ കുറിച്ച് കാണാം. രണ്ട് വലിയ കാറുകൾ ഇവിടെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കാർ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാം. മൊത്തം 3 കാറിൻ്റെ പാർക്കിംഗ് സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ കൂടിയും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ 2 ബെഡ്റൂമും മേളിൽ 2 ബെഡ്റൂമുമാണ് വരുന്നത്. അപ്പം ഇൻ കേസ് നമുക്ക് താഴെ ഹൗസ് ഓണറിന് താമസിച്ചിട്ട് മേളിൽ നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിനാണ് ഈ വെളിയിൽ കൂടിയുള്ള സ്റ്റെയർ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇതാണ് വെളിയിൽ കൂടിയുള്ള സ്റ്റെയർ. പിന്നെ ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിറ്റിക്ക് വളരെ അടുത്താണ്. ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്ത് 2 ബെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരാളെ 3000 രൂപ വെച്ച് വാങ്ങിക്കാം. അപ്പോൾ ഒരു റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 6000-7000 രൂപ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 10-20,000 രൂപ അങ്ങനെ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ വീടിന്റെ ലിവിങ് ഏരിയ വന്നേക്കുന്നത്. ലിവിങ് ഡൈനിങ് ഒരുമിച്ചാണ് വന്നേക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ലിവിങ് ഏരിയ. ടി വി യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. ടി വി യൂണിറ്റ് വരുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസ് നമുക്ക് പ്രോപ്പറൈസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽഫാണ്. അതെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ സ്ഥലം ഇവിടെയാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. കബോർഡെല്ലാം പ്ലൈവുഡിൽ ചെയ്താണ് കൊടുത്തിരിക്കുന്ന. ടോപ്പ് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റിലാണ്. പിന്നെ ചെറിയൊരു വർക്കിംഗ് സ്പേസ് പോലെ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനും. ഇതാണ് വർക്ക് ഏരിയ ആയിട്ട് ചെയ്തേക്കുന്നത്. ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു വർക്ക് ഏരിയ. ഇത് പുറത്തോട്ട് പോകുന്ന ഡോറാണ്. രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് ഈ വീട്ടിന്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. പന്ത്രണ്ട് 15 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഒരു ട്രഡീഷണൽ രീതിയിൽ കബോർഡൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ വാഷ്റൂം വരുന്നത്. ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സാനിറ്ററീസ് എല്ലാം സെറേഡതാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. ഇത് വാഷ് ഏരിയയാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് വെച്ചിട്ട് ഇത് വന്നിട്ട് ബെഡ്റൂമാണ്. ഇത് 11-10 ഈ ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നോക്കാം. ഇതാണ് നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിന്റെ സെയിം സൈസാണ്. 12-15 സെയിം സൈസിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് വരുന്നത്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മേലത്തെ നിലയിൽ നമുക്ക് വരുന്ന റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇത് 12-15 റൂമിന്റെ സൈസ്. ബാത്റൂമാണ്. കബോർഡെല്ലാം എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിലാണ് കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത്.
ഇത് ഇവിടുത്തെ ഓപ്പൺ സ്പേസ് ആണ്. ഈ സ്പേസിലോട്ടാണ് നമ്മൾ സ്റ്റെയർ കയറി വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഹാളായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇട്ടേക്കുന്നത്. മേളിൽ റെന്റിന് കൊടുക്കുന്ന പർപ്പസ് ആണെങ്കിൽ ഇതിനൊരു ഹാളാക്കി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു സ്പേസിലാണ് ഇത് ഇട്ടേക്കുന്നത്. ഇവിടുന്ന് ഇനി മേളിലോട്ടുള്ള സ്റ്റെയർ. ഇത് നമുക്ക് മൊത്തം 5.25 സെന്റിലാണ് ഇത് വരുന്നത്. 5.25 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റ്. കസ്റ്റമർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 95 lakhs ആണ്. എൻക്വയറീസിന് ഞാൻ കമന്റ് ബോക്സിൽ നമ്പേഴ്സ് കൊടുത്തേക്കാം, വിളിച്ചാൽ മതി.